തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുഖ്യമന്ത്രിയും മോഹൻലാലും തമ്മിൽ നടത്തിയ അഭിമുഖത്തിന് പൊതുഖജനാവിൽ നിന്ന് ചെലവായത് 11,21,000 രൂപയാണ്. വിവരാവകാശ നിയമപ്രകാരമാണ് സർക്കാർ ഈ വിവരം പുറത്തു നൽകിയത്. സർക്കാർ സംവിധാനങ്ങളൊന്നും ഇതിനായി ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നും ഈ മറുപടിയിൽ പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി സുനിൽ ഐസക് തിരുവനന്തപുരത്തു നിന്നും. സുനിൽ, ഈ ചെലവായ പണത്തിന്റെ വിശദാംശം മറുപടിയിലുണ്ടോ? അതിന്റെ ആർക്കൊക്കെ എത്ര രൂപ കൊടുത്തു എന്നത് സംബന്ധിച്ച വിശദാംശങ്ങളൊന്നുമില്ല. 11,20,000 രൂപ മൊത്തം തുക ചെലവാക്കി സർക്കാർ സംവിധാനങ്ങളൊന്നും ദുരുപയോഗം ചെയ്തിട്ടില്ല എന്നീ 2 മറുപടികൾ മാത്രമാണ് വിവരാവകാശത്തിന്റെ ഭാഗമായി വന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പാണ് നടൻ മോഹൻലാൽ പിണറായി വിജയനെ അഭിമുഖം നടത്തുന്നത്. മിണ്ടിയും പറഞ്ഞും ഇരുവർ എന്ന പേരിലായിരുന്നു അത് PRDക്ക് വേണ്ടി ആ പരിപാടി ഷൂട്ട് ചെയ്യുന്നത്. അതിൽ ടി കെ രാജീവ് കുമാർ, പ്രശസ്ത സംവിധായകൻ ടി കെ രാജീവ് കുമാറും അദ്ദേഹത്തിന്റെ ക്രൂവുമാണ് ക്ലിഫ് ഹൗസിൽ വെച്ച് ഈ അഭിമുഖം ചിത്രീകരിച്ചത്. 2 ദിവസം എടുത്തായിരുന്നു അഭിമുഖത്തിന്റെ ചിത്രീകരണം എന്ന വിവരമായിരുന്നു അന്ന് പുറത്തു വന്നിരുന്നത്. എന്തായാലും അതിന്റെ ട്രെയിലർ അടക്കം വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്തു. പിന്നീട് കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ പേജിലും അടക്കം ഇത് റിലീസ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്തായാലും അതിനുള്ള ചിലവ് എത്ര രൂപയാണ് എന്ന വിവരാവകാശ പ്രകാരമുള്ള ചോദ്യത്തിനാണ് 11,20,000 രൂപ ആകെ ചിലവായി എന്ന മറുപടി ലഭിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ മോഹൻലാലിനെ വെച്ച് മാത്രമല്ല നിഷാദ്, നമുക്കറിയാം പല ആളുകളെയും വെച്ച് ചില അഭിമുഖങ്ങൾ ചിത്രീകരിച്ചിരുന്നു. ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ മുഖ്യമന്ത്രിയുമായി നടത്തിയ ഒരു അഭിമുഖം റെക്കോർഡ് ചെയ്യുകയും പക്ഷേ അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പൊടുന്നനെ ഉണ്ടാകുന്നതിനെ തുടർന്ന് അത് പ്രക്ഷേപണം ചെയ്യാൻ കഴിയാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള അഭിമുഖങ്ങൾ, പലതരത്തിലുള്ള PR പരിപാടികൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടത്തിയിരുന്നു. അതിൻ്റെ അത്തരം കാര്യങ്ങളുടെ ചെലവ് കണക്കുകളൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഇപ്പോൾ മോഹൻലാലിൻ്റെ ആ അഭിമുഖ പരിപാടിയുടെ കണക്ക് മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ ഒരൊറ്റ പരിപാടിക്കാണ് ഇപ്പോൾ 11,20,000 രൂപ ചെലവായി എന്ന് സർക്കാർ വിവരാവകാശ പ്രകാരം മറുപടി നൽകിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ സുനിൽ, പക്ഷേ മോഹൻലാലിന് പൈസയൊന്നും കൊടുത്തിട്ടില്ല എന്ന് നമ്മൾ സാധാരണ നിലയ്ക്ക് മനസ്സിലാക്കണം. കാരണം ആകെ 11 ലക്ഷം രൂപയാണ് ചിലവായിട്ടുള്ളതെങ്കിൽ അതിന്റെ ക്രൂവിന്റെ ചെലവും അതിന്റെ എക്യുപ്മെന്റ്സിന്റെ റെന്റ് പോലുള്ള കാര്യങ്ങളുടെ പൈസ അയക്കണമെന്നാണ് നമ്മൾ അങ്ങനല്ലേ വിചാരിക്കേണ്ടത്? തീർച്ചയായും അങ്ങനെ തന്നെയായിരിക്കും. കാരണം മോഹൻലാലിന് 2 ദിവസത്തെ പണം കൊടുക്കണമെങ്കിൽ അത് വലിയ തുക ചിലവായിട്ടുണ്ടാവും സ്വാഭാവികമായും. ഇത് ടി കെ രാജീവ് കുമാറിനും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ക്രൂവുമാണ് ഇത് പൂർണ്ണമായും ചിത്രീകരിച്ചത്. PRDക്ക് വേണ്ടിയാണ് ചിത്രീകരിക്കുന്നതെങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അതിന്റെ ചെലവ് എന്ന നിലയ്ക്ക് മാത്രമായിരിക്കും ഈ 11,20,000 രൂപ വന്നിട്ടുണ്ടാവുക. കഴിഞ്ഞ തവണ നേരത്തെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്തും മോഹൻലാലുമായി ഇത്തരത്തിലൊരു അഭിമുഖം നടത്തിയിരുന്നു. അന്നും മോഹൻലാൽ അതിന് പ്രതിഫലം പറ്റാതെയായിരുന്നു അത്തരമൊരു അഭിമുഖം നടത്തിയത്. അതിന് സമാനമായ തരത്തിൽ തന്നെ ആവാനാണ് സാധ്യത. എന്തായാലും മോഹൻലാൽ അതിന് പ്രതിഫലം വാങ്ങാനുള്ള സാധ്യത തുലവും കുറവാണ്. അങ്ങനെ പ്രതിഫലം വാങ്ങിയിരുന്നെങ്കിൽ നിഷാദ് പറഞ്ഞതുപോലെ വലിയ തുക ചിലവായനെ. എന്തായാലും ഇപ്പോൾ അതിൻ്റെ ഒരു ക്രൂ ചെലവ് എന്ന നിലയ്ക്കായിരിക്കാം ഇത്തരത്തിൽ ഈ തുക ചിലവായിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പണം കൊടുക്കാനുള്ള സാധ്യതയുമില്ല. മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, രണ്ട് ചോദ്യങ്ങളായിരുന്നു ആ വിവരാവകാശ ചോദ്യമായി ഉണ്ടായിരുന്നു. ഒന്ന്, ആ അഭിമുഖത്തിന് ആകെ ചിലവായ തുക എത്രയാണ്, മറ്റൊന്ന് സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നാണ്. അതിൽ ആദ്യത്തെ മറുപടി അത് ഡിവൈഡ് ചെയ്തിട്ടല്ല, അതായത് എത്ര തുക ആർക്കൊക്കെ കൊടുത്തു എങ്ങനെ എന്ന തരത്തിലല്ല, മൊത്തം ചിലവായ ഒരു തുകയുടെ കണക്കും ഒപ്പം സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചല്ല അത് ചെയ്തതെന്ന മറുപടിയുമാണ് വിവരാവകാശ പ്രകാരം ലഭിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ PRDയുടെ സംവിധാനങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. PRD പൈസ കൊടുക്കുന്ന ഒരു ഏജൻസിയായി പ്രവർത്തിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാണ്. തീർച്ചയായും അങ്ങനെയാണ്. PRD നമുക്കറിയാം, PRD പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പരമ്പരാഗതമായി അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. PRD അതാത് വകുപ്പുകൾക്ക് വേണ്ടി ചെയ്യുന്ന ചിത്രീകരണങ്ങൾ അടക്കം പുറത്ത് സബ് കൊടുത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ ജോലിയും ഈ അഭിമുഖ വർക്കും സ്വാഭാവികമായും ടി കെ രാജീവ് കുമാറിനെ പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് PRDക്ക് വേണ്ടി എന്ന നിലയ്ക്ക് അത് ഷൂട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടാവുക. അതല്ലാതെ PRD നേരിട്ട് അത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യത കുറവാണ്. ഒരുപക്ഷെ ഇത്തരത്തിൽ ഏറ്റവും പുതിയ ക്യാമറയും സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഷൂട്ട് നടക്കുന്നത്. അതുകൊണ്ട് PRDക്ക് അത്തരം സംവിധാനങ്ങൾ ഒരുപക്ഷെ ഉണ്ടോ എന്ന് എനിക്ക് വ്യക്തമായി അറിയില്ല. പക്ഷെ എന്തായാലും അത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് വേണം പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ. അത് പൂർണ്ണമായും പ്രമുഖ സംവിധായകൻ ടി കെ രാജീവ് കുമാറിനെ ഏൽപ്പിക്കുകയും രാജീവ് കുമാർ അദ്ദേഹത്തിന്റെ ക്രൂവും സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ക്ലിഫ് ഹൗസിനുള്ളിൽ വെച്ച് ക്ലിഫ് ഹൗസിനുള്ളിലും പുറത്തുമായി ഷൂട്ട് ചെയ്യുകയാണ്. ആദ്യത്തെ ദിവസം നമുക്കറിയാം മോഹൻലാൽ ക്ലിഫ് ഹൗസിലെത്തി പിണറായി വിജയനെ സന്ദർശിക്കുന്നു. അതിനുശേഷം ചോദിക്കേണ്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, അഭിമുഖം ഏത് തരത്തിലായിരിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ഒരു പ്രാഥമികമായ ആലോചന നടത്തി. അതിനുശേഷമാണ് പിറ്റേന്ന് ക്ലിഫ് ഹൗസിൽ വെച്ച് ഈ അഭിമുഖം ഷൂട്ട് ചെയ്യുന്നത്. അതിന്റെ ചിലവാണിപ്പോൾ ഈ 11,20,000 രൂപ എന്ന് പറയുന്നത്.
ഓക്കെ, എന്ന് വെച്ചാൽ സുനില, ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെ വിസിബിലിറ്റി കൂട്ടാൻ വേണ്ടി, ദൃശ്യത കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന എക്സസൈസുകളാണ്, പരിപാടികളാണ്. അപ്പം അതിന്റെ ഭാഗമായി മോഹൻലാലിന് വേണ്ടി മാത്രം ചെലവായത് 11 ലക്ഷം. ഒന്നാമത്തെ കാര്യം, ടി കെ രാജീവ് കുമാറിനെ പോലെ ഒരു പ്രമുഖ സംവിധായകൻ വന്ന് ഡിസൈൻ ചെയ്യേണ്ട തരത്തിലുള്ള ഒരു ഇവന്റ് ഒന്നുമല്ല, ഒരു സാധാരണ അഭിമുഖം മാത്രമായിരുന്നു അത്. നോർമലി ഒരു ക്യാമറ എൻ്റെ അടുത്ത് ഒരു എന്താ പറയുക, 1, 2, 3 ക്യാമറമാരെ എടുത്താലും 11 ലക്ഷമൊക്കെ ആവുമെന്ന് സംശയമാണ് അതിൻ്റെ. പക്ഷേ അവർ ടി കെ രാജീവ് കുമാറിനെ എടുക്കാൻ തീരുമാനിച്ചു. ഓക്കെ, ഫൈൻ. പക്ഷെ അതിനകത്തൊരു കാര്യം, നേരത്തെ സുനിൽ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിമുഖം വിവിധങ്ങളായിട്ടുള്ള ബ്ലോഗർമാരെടുത്ത് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ പലപ്പോഴും ഹോട്ടലുകളുമായിട്ടും അല്ലെങ്കിൽ ടൂറിസ്റ്റ് പോയിന്റുകളുമായിട്ടൊക്കെ ചേർന്ന് ഫിനാൻഷ്യലി കൊളാബ് ചെയ്തുകൊണ്ട് മാത്രം കണ്ടന്റുകൾ ചെയ്യുന്ന ആളുകളുടെ ബ്ലോഗുകളിൽ പോലും നമ്മൾ കാണുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ അഭിമുഖം. അപ്പോൾ അത് വെച്ചാൽ അതിനെല്ലാം സർക്കാർ പേ ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഈ 11 ലക്ഷത്തിൽ നിൽക്കില്ല എന്നാണ് പൊതുവായ കണക്ക്. നമ്മൾ ഒരൊറ്റ നോട്ടത്തിൽ നോക്കിയാൽ കാണുക അല്ലേ? ആ 11 ലക്ഷം രൂപ എന്ന് പറയുന്നത് വെറും ഒരു PR വർക്കിന്റെ പണം മാത്രമാണ് നിഷാദ്. അതിനപ്പുറത്തേക്ക് എത്രയോ റിലീസ് ചെയ്തതും അല്ലാത്തതുമായ എത്രയെത്ര വർക്കുകൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പും അതിനുശേഷവുമായി PRD ഉപയോഗിച്ചും അല്ലാതെ. ഒരു സെക്കൻഡ്, റിജോ വള്ളംകുളമാണ് ഈ അപേക്ഷകനെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. റിജോ, താങ്കൾ ഈ മറുപടിയുടെ ഒരു സ്വഭാവത്തിൽ തൃപ്തനാണോ? അല്ല, കാരണം ഇതിനകത്ത് പറയുന്ന 11,21,000 രൂപ ചെലവാക്കി എന്ന് പറയുന്നു ഒരു അഭിമുഖത്തിന് മാത്രം. ഇതിൽ അവര് രണ്ടാമത്തെ ചോദ്യം സർക്കാർ സംവിധാനം ഉപയോഗിച്ചില്ല എന്ന് പറയുമ്പോൾ ക്ലിഫ് ഹൗസ് ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അതിൽ ആ ഒരു മറുപടി തന്നെ തെറ്റാണ്. രണ്ടാമത്തെ ചോദ്യത്തിന് നൽകിയ ഉത്തരം തെറ്റാണ്. ഓക്കെ, അല്ലെ സർക്കാർ സംവിധാനം ഉപയോഗിച്ചെന്ന് വെച്ചാൽ സർക്കാരിന്റെ അതൊരു ഒരു സ്ഥലം ഉപയോഗിക്കുക എന്നുള്ളതല്ലാതെ ഗവൺമെന്റ് എന്തെങ്കിലും എക്സ്പെൻസ് മറ്റ് സംഗതികൾ ഉപയോഗിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ സർക്കാരിന്റെ എന്തെങ്കിലും മിഷനറി ഉപയോഗിച്ചിട്ടുണ്ടോ? അതൊക്കെയല്ലേ താങ്കളുടെ ചോദ്യത്തിന്റെ ഒരു അർത്ഥമായിട്ടുണ്ടായിരുന്നത്? അതെ, അങ്ങനെയാണ് ചോദിച്ചത്. കാരണം അന്നേരം ഓൾറെഡി അതിനകത്ത് ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ബാക്കി കാര്യങ്ങളെല്ലാം ചെലവ് നോക്കി അതാണ്. പക്ഷെ സർക്കാർ സംവിധാനങ്ങൾ വരുന്നതാണല്ലോ ബാക്കി കാര്യങ്ങളെല്ലാം. അങ്ങനെ അത് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്ന വസ്തുതാവിരുദ്ധമല്ലേ? ശരി, അപ്പോ അതുകൊണ്ട് ആ രണ്ടാമത്തെ ആൻസറിനകത്ത് ചില വ്യക്തതാ പ്രശ്നം ഉണ്ടെന്നാണ് താങ്കൾ പറയുന്നത്? അതെ, തീർച്ചയായിട്ടും. ഓക്കെ, പക്ഷേ ഈ 11 ലക്ഷം രൂപയാണ് ആകെ കൂടി ചെലവായിട്ടുള്ളത് എന്ന ഒരു സാധാരണ സംഗതിയായിട്ട് തോന്നുന്നുണ്ടോ? എന്ന് വെച്ചാൽ ശരിയാണ്, ഇപ്പോൾ ഒരു പ്രശസ്ത സംവിധായകനെയും അദ്ദേഹത്തിന്റെ ക്രൂ, ഒപ്പം തന്നെയും ക്യാമറ, ഇതെല്ലാം കൂടെ വന്നിട്ട് 2 ദിവസം ഒരു സൂപ്പർ സ്റ്റാറിനെ വെച്ച് മുഖ്യമന്ത്രിയുമായിട്ട് ഇന്റർവ്യൂ നടത്തുന്നു എന്ന് വെച്ചാൽ 11 ലക്ഷം സാധാരണ നിലയ്ക്ക് ചെലവാകുന്നതന്നെയല്ലേ താങ്കൾ മനസ്സിലാക്കുന്നത്? ഇത് 11 ലക്ഷത്തിൽ നിൽക്കുമോ എന്നുള്ളതാണ് സംശയമുള്ളത്. കാരണം അദ്ദേഹത്തെ മോഹൻലാലിനെ പോലുള്ള ഒരു പ്രമുഖനായ വ്യക്തി വന്ന് ചെയ്തപ്പം, കാരണം ഒരു PR വർക്ക് മാത്രമായിരുന്നു അതൊന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. കാരണം ഈ എമൗണ്ടിൽ നിൽക്കുമോ എന്നുള്ള സംശയം പൊതുജനങ്ങൾക്ക് നിലവിലുണ്ട്. ശരി, താങ്ക് യു റിജോ വള്ളംകുളം. സുനിൽ, ഞാൻ വീണ്ടും, അതായത് മോഹൻലാലുമായി മുഖ്യമന്ത്രി സംസാരിക്കുന്ന നമ്മൾ സ്ക്രീനിലൊരു സാധാരണ അഭിമുഖമാണത്. അതിന് 11 ലക്ഷം ചെലവാക്കിയിട്ടുണ്ട് എങ്കിൽ പെയ്ഡ് കണ്ടന്റുകൾ മാത്രം ചെയ്യുന്ന ഒരുപാട് വ്ളോഗുകളിൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖം കാണുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഈ ഫൈനൽ മൊമെന്റ് വിസിബിലിറ്റിക്ക് വേണ്ടി ചെലവാക്കിയ കാശ് എത്രയായിരിക്കും നമുക്ക് ഊഹിക്കാൻ പറ്റുമോ? അതാണ് നിഷാദ് ഞാൻ പറഞ്ഞത്. അതായത് അത് കേവലം ഒരു മോഹൻലാൽ അഭിമുഖം മാത്രമല്ല ചെയ്തത്. പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുകൊണ്ടാണ്, ഒരല്പസമയം കൂടെ കഴിഞ്ഞിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക എന്നാണ് സർക്കാരും മുഖ്യമന്ത്രിയും അടക്കം കണക്ക് കൂട്ടിയിരുന്നത്. അതിൻ്റെ ഭാഗമായി മറ്റ് ചില ആളുകളുമായുള്ള അഭിമുഖവും മുഖ്യമന്ത്രിയുടേതായി എടുത്തിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില പ്രമുഖ മാധ്യമപ്രവർത്തകരടക്കമുള്ള ആളുകൾ, അതുപോലെ മറ്റ് ചില ആളുകൾ ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെയൊക്കെ വെച്ച് മുഖ്യമന്ത്രിയുടെ പലതരത്തിലുള്ള അഭിമുഖങ്ങൾ എടുത്തിരുന്നു. അതിൽ പുറത്തു വന്ന് നമുക്ക് ഈ പ്രമുഖ മാധ്യമപ്രവർത്തന അടക്കമുള്ള ആളുകൾ വെച്ചിട്ടുള്ള അഭിമുഖങ്ങളാണ്. ആ അഭിമുഖമൊന്നും പക്ഷേ പുറം ലോകം കണ്ടിട്ടില്ല, വെളിച്ചം കണ്ടിട്ടില്ല. കാരണം ഉടനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. അതിനുമായിട്ടുണ്ടാവും ഈ പറഞ്ഞതുപോലെ വലിയ തുക. അങ്ങനെ പുറത്തു വന്നതും പുറത്തു വരാത്തതുമായ ഒരു പിടി PR വർക്കുകളുണ്ട്. അതിൽ വലിയ, നമ്മളിപ്പോൾ ഈ പോകുന്ന വഴിക്ക് കാണുന്ന വലിയ ബോർഡുകളടക്കം, KSRTC ബസ്സിലെ പരസ്യങ്ങളടക്കം, അതൊക്കെ പിന്നീട് ഏതാണ്ട് 2 കോടിയിലധികം രൂപ മുടക്കി KSRTC ബസ്സിൽ നടത്തിയ പരസ്യം മുഴുവൻ മാറ്റേണ്ടി വന്നു അവിടെ നിന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടുകൂടി. മാത്രമല്ല, ഇപ്പോഴും ഈ സർക്കാർ പരസ്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ ഈ മുഖ്യമന്ത്രിയുടേതായി വരുന്ന വ്ളോഗർമാരുടെ അഭിമുഖത്തിൻ്റെ പണം
സർക്കാരാണോ കൊടുക്കുന്നത് പാർട്ടിയാണോ കൊടുക്കുന്നതെന്ന കാര്യത്തിൽ എനിക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഇപ്പോൾ നിലവിൽ അത്തരത്തിൽ വ്ളോഗർമാരെ ഉപയോഗിച്ച് സർക്കാർ ഖജനാവിൽ നിന്ന് പണമെടുത്ത് നൽകാൻ കഴിയുമോ എന്നൊരു സംശയം സ്വാഭാവികമായും ബാക്കിയുണ്ട്. ടെലിവിഷൻ ചാനലുകൾക്ക് കൊടുത്ത അഭിമുഖങ്ങളൊന്നും പെയ്ഡല്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടു, ഒരു പ്രധാനപ്പെട്ട ഈ ഫുഡ് വ്ളോഗർമാരടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ അഭിമുഖം ചെയ്യുന്നതൊക്കെ കണ്ടു. അതിൻ്റെയൊക്കെ തുക ആരാണ് നൽകിയത്, അതിൻ്റെയൊക്കെ ഒരു രീതി തന്നെ വേറെയാണ്. അതായത് രാഷ്ട്രീയം പറയാതെ കടുപ്പക്കാരനായ മുഖ്യമന്ത്രി അത്ര കടുപ്പക്കാരനൊന്നും അല്ല, ഞാൻ വളരെ സോഫ്റ്റാണ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന തരത്തിൽ പ്രീ പ്ലാൻഡ് ആയ സ്ക്രിപ്റ്റുമായാണ് അത്തരം അഭിമുഖങ്ങൾ ഉണ്ടാവുന്നത്. എന്തായാലും അതിന് പിന്നാലെ നമ്മൾ ഇന്നലെ കണ്ടു, കോന്നിയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ വെച്ച് ചോദ്യം ചോദിച്ച ആളോട് മുഖ്യമന്ത്രി സ്വാഭാവികമായി മറുപടി പറയുന്നതൊക്കെ നമ്മൾ കാണുകയും ചെയ്തു. എന്തായാലും PR വർക്ക് ഒരു ഭാഗത്തൂടെ നടക്കുന്നുണ്ട്, റിയാലിറ്റി മറ്റൊരു ഭാഗത്തൂടെ നടക്കുന്നുണ്ട്. എന്തായാലും ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം നടത്തുന്ന PR വർക്കുകളുടെയൊക്കെ തുക ആരാണ് നൽകേണ്ടത് എന്നതുകൂടി ഇനി വരും ദിവസങ്ങളിൽ പുറത്തു വരേണ്ടതുണ്ട്. സുനിൽ, ഇപ്പോൾ മുഖ്യമന്ത്രി ഇടുക്കിയിൽ മാധ്യമങ്ങളെ കാണുന്നു.